കലയിലായാലും സിനിമയിലായാലും ഇനി ഒരു വേള ബിസിനസ്സിലായാൽ പോലും എനിക്ക് തോന്നുന്നു നെവർ ഫോളോ കോമേഴ്സ്. വർക്ക് സിൻസിയർ, കൊമേഴ്സ് വിൽ ഫോളോ യു. പണം പിന്നാലെ വരുന്നൊരു കാര്യമാണ്. നമ്മൾ അതിന് പിന്നാലെ പോകുന്നതിനേക്കാൾ ബെറ്റർ ഒരു പോയിൻ്റ് എത്തിക്കഴിയുമ്പോൾ, നമ്മൾ സിനിമയിലായാലും അത് തന്നെയാണ്. ആദ്യകാലങ്ങളിൽ നമ്മുടെ ഈ പ്രഖ്യാപിതമായ പല ചിത്രങ്ങളിലും നമുക്കൊന്നും ഒരു രൂപ പോലും കിട്ടിയിട്ടില്ല. പക്ഷെ അതൊന്നും നമ്മുടെ ഇഷ്യൂ അല്ല. നമ്മളത് ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പണവുമായ ആളുകൾ പിന്നിൽ വരുമെന്നുള്ളതാണ്. അത് സിനിമയായാലും ശരി, മറ്റെന്ത് കലാരൂപമായാലും ശരി, സ്പോർട്സ് ആയാലും ശരി. ഫോർ ഇൻസ്റ്റൻസ് ഇവിടുത്തെ ഇപ്പോൾ സച്ചിൻ തെണ്ടുൽക്കർ അല്ലെങ്കിൽ വിരാട് കോഹ്ലിയൊക്കെ ഇന്ന് എന്തൊരു വലിയ കമോഡിറ്റിയാണ്. എങ്ങനെ വേണമെങ്കിലും, അതായത് ഒരു വർഷം ഒരു 200-300 കോടി രൂപ ഫ്രാഞ്ചൈസ് ചെയ്യാൻ കഴിവുള്ള ഒരാളായി കോഹ്ലി മാറിയിരിക്കുന്നു. അത് ഓൺലി വെൻ ഹി ഹസ് പ്രൂവൺ. അതിന് മുന്നേ പലപ്പോഴും സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ പല അവസരങ്ങളും നമ്മൾ അതിൻ്റെ സാമ്പത്തിക ലാഭം നോക്കി വേണ്ട എന്ന് വയ്ക്കുന്നിടത്താണ്. അത് ഒരു പോയിൻ്റുണ്ട്. നമ്മൾ സ്വയം എസ്റ്റാബ്ലിഷ് ചെയ്യും, മറ്റുള്ളവരുടെ മനസ്സിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് വരെ കൊമേഴ്സ് നമുക്കൊരു വിഷയമാവരുത്. കൊമേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതെന്ന് പറയുന്നില്ല. പക്ഷേ അത് ഒരു പോയിൻ്റ് കഴിഞ്ഞിട്ടേ നിങ്ങൾക്കത് ചോദിക്കാനുള്ള അവകാശം വരുന്നുള്ളൂ. ആ അവകാശം എത്തുന്നത് വരെ കൊമേഴ്സ് നിങ്ങളുടെ ഒരു മാനദണ്ഡമാവരുത് എന്നുള്ളതാണ്. 1983 ചെയ്യുന്ന സമയത്ത് ഞാൻ സച്ചിൻ തെണ്ടുൽക്കറിനെ കുറിച്ച് ഒരു ഡയലോഗ് പറയുമ്പോൾ തിയേറ്ററിൽ മുഴുവൻ കൈയടിയാണ്. അതെനിക്ക് കിട്ടിയ കൈയടിയല്ല, സച്ചിൻ തെണ്ടുൽക്കറിന് കിട്ടുന്ന കൈയടിയാണ്. തെണ്ടുൽക്കറിനെ പറ്റി ഞാൻ എന്ത് പറഞ്ഞാലും ആ സമയത്ത് കൈയടി ഉണ്ടായിരുന്നു ആ തിയേറ്ററിൽ. അതേസമയം നമ്മളിതിൽ ജിമ്മി ജോർജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പുതിയ തലമുറയിൽ എത്ര പേർക്കറിയാം എന്നുള്ളത്. ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് എനിക്ക് ഒരു വോളിബോൾ പാരമ്പര്യമുള്ളത്. ഞാൻ കളിച്ചിട്ടില്ല വോളിബോൾ, പക്ഷേ എനിക്കൊരു വോളിബോൾ പാരമ്പര്യമുള്ളത്. എൻ്റെ അച്ഛനാണ് ബാലുശ്ശേരിയിലെ ആദ്യത്തെ പ്രഖ്യാപിത വോളിബോൾ ടീം ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ എൻ്റെ അച്ഛൻ്റെ സുഹൃത്തായിരുന്നു ജിമ്മി ജോർജ്. അതുപോലെ എൻ്റെ ഒരു കസിൻ പ്രേമേട്ടൻ വോളിബോൾ കോച്ചാണ്. അങ്ങനെ കുറച്ച് ബന്ധങ്ങൾ എനിക്കുണ്ട്. പക്ഷേ ഞാൻ അവിടെ ചെന്ന് ഇതിനെക്കുറിച്ചുള്ള റിസർച്ചുകളും കാര്യങ്ങളൊക്കെ ആയിട്ടിരുന്ന സമയത്താണ് ഞാൻ മനസ്സിലാക്കുന്നത് ജിമ്മി ജോർജ് സാറിൻ്റെ പേരിൽ ഇറ്റലിയിലൊരു സ്റ്റേഡിയം ഉണ്ട്. വെളിയിൽ നമ്മുടെ ഒരു മലയാളിയുടെ പേരിലൊരു സ്റ്റേഡിയം ഉണ്ട്. ഇത് എത്ര പേർക്കറിയാം? നമുക്ക് വളരെ സെലിബ്രേറ്റഡ് ഹീറോസ് ആയിട്ടുള്ള സച്ചിൻ തെണ്ടുൽക്കറിനെയും വിരാട്ടിനെയും അല്ലെങ്കിൽ ദ്രാവിഡിനെയും ഗാംഗുലിയൊക്കെയാണ് കൂടുതൽ. വിജയേട്ടനെയും ചിലപ്പോൾ നമ്മൾ IM വിജയൻ ഓഫ് കോഴ്സ്. പക്ഷേ ജിമ്മി ജോർജ് ഈ ഒരു തലമുറയിൽ പെട്ടെന്ന് ചോദിച്ചു നോക്കിയാൽ ഹേർഡ് ദ നെയിം എന്നൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ അവിടെ അത്രയും കേരളത്തിൻ്റെ പ്രശസ്തി അന്താരാഷ്ട്ര ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ച ഒരാളായിരുന്നു ജിമ്മി ജോർജ് സാറ്. സോ അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹം വോളിബോളിന് നൽകിയ സംഭാവനയെക്കുറിച്ച് നമ്മുടെ നാട്ടുമൈതാനങ്ങളിലും വീട്ടുതൊടികളിലും പള്ളിപ്പറമ്പിലും ബീച്ചിലും ഒക്കെ ഒരു സാഹസികമായ ത്രില്ലിങ്ങായ ഒരു ഗെയിമായിട്ട് വോളിബോളിനെ മാറ്റിയെടുക്കാൻ പയണിയറായിട്ട് നിന്ന ഒരാളാണ് ജിമ്മി ജോർജ് സാർ. അദ്ദേഹത്തിനൊരു ട്രിബ്യൂട്ട് കൂടിയാണ് ഓഫ് കോഴ്സ് കരിങ്കുന്നം സക്സസ്. മഞ്ജു ജോനായിട്ട് ആദ്യം അഭിനയിക്കുന്നത് പാവാട എന്ന സിനിമയിലാണ്. ഇതിൽ ക്ലൈമാക്സിലാണ് മഞ്ജു വരുന്നത്. അപ്പം മണിയമ്മൽ രാജേട്ടൻ എന്നോട് ഈ കഥ പറയും, ബിപിൻ എന്നോട് കഥ പറയും, മണിയമ്മൽ രാജേട്ടൻ ഇതിൻ്റെ കാര്യങ്ങൾ പറയുകയും ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ആ ലാസ്റ്റ് വരുന്ന സീനിൽ മലയാളത്തിൽ നിന്ന് വരികയാണെങ്കിൽ ഒരാൾ വന്നിട്ട് ആ സീൻ ചെയ്തിട്ട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ആ സീനിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ അവരെ കാണിക്കരുത്, ഒരു രൂപം മാത്രമായി കാണിച്ച് അവിടെ നമുക്ക് റിയാക്ഷൻസിൽ നിർത്തണം പടം. അപ്പോൾ ഞാൻ ചോദിച്ചു ആര് വന്നാലും, ഞാൻ പറഞ്ഞു മഞ്ജു വാര്യർ വന്നാലും അത് വർക്കൗട്ടാവും. അപ്പം മഞ്ജു വരുമോ? മഞ്ജു ഭയങ്കര തിരക്കിൽ നിൽക്കുന്ന സമയമാണ് അന്ന്. എനിക്ക് തോന്നുന്നു ജോയിൻ ദ ബോയോ, റാണി പത്മിനി, അങ്ങനെ കുറേ പടങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് എൻഡോഴ്സ്മെൻറ്റ്സ് ചെയ്യുന്നുണ്ട്. ഞാൻ വിളിക്കാം. ഞാൻ മഞ്ജുവിനെ വിളിക്കുന്നു. മഞ്ജു ഇതാണ് വളരെ പിവട്ടലായിട്ടുള്ളൊരു കാര്യമാണ്, മഞ്ജു ഇല്ലെങ്കിൽ നമുക്ക് ആ സീൻ വേണ്ട എന്ന് വെക്കേണ്ടി വരും. മഞ്ജു പറയും ഞാൻ വരാം. ആ ഒരു സീനിന് വേണ്ടി അങ്ങനെയാണ് മഞ്ജു വരുന്നത്. പിന്നെ മണിയമ്മൽ രാജേട്ടൻ്റെ ഫിലിമാണ്, രാജേട്ടന് ഭയങ്കര ഇഷ്ടമാണ് മഞ്ജുവിന്. അങ്ങനെയാണ് ആ സിനിമയിൽ വരുന്നത്. അതുപോലെ തന്നെ റിവേഴ്സ് സാധനമാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൽ പറഞ്ഞത്. ഞാൻ ആദ്യം ഇതൊരു ഗസ്റ്റ് അപ്പിയറൻസ് പോലെയായിരുന്നു.
അതുപോലെയാണ് ദീപ് വിളിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു മഞ്ജു ഇങ്ങനെ പാവാടയിൽ എൻ്റെ സിനിമയിൽ ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഞാനും ഈ ഇതിൽ വരാം. പിന്നെയാണ് ആ ക്യാരക്ടർ ഡെവലപ്പ് ആവുന്നത് എബി എന്നുള്ള. ഞാനിതിനകത്ത് ജോയിൻ ചെയ്ത ശേഷമാണ് ദീപു അത് കുറച്ചുകൂടി വേറൊരു ഡയമെൻഷനിലേക്ക് ആ ക്യാരക്ടറിനെ കൊണ്ടുവരുന്നത്. പിന്നെ മഞ്ജു ഈസ് എ ഫിയേഴ്സ്ലി കമ്മിറ്റഡ് ആക്ട്രസ്. ഓഫ് കോഴ്സ് മഞ്ജുവിനെ കുറിച്ച് എന്ത് പറഞ്ഞാലും അതൊരു അണ്ടർസ്റ്റേറ്റ്മെൻ്റ് ആയിപ്പോവും. ആൻഡ് വെരി ഈസി ടു വർക്ക് വിത്ത് ആണ്. സെറ്റിൽ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് മഞ്ജുവിനെ. പിന്നെ ഇങ്ങനത്തെ ഒരു സിനിമയിൽ ഈ ജയിലിലൊക്കെ ഈ പറഞ്ഞ പോലെ 20 ദിവസത്തിൽ ഫുൾ വെയിലത്ത് നിൽക്കുമ്പോൾ ഏതൊരാളും ഞാൻ ഉൾപ്പെടെ ഇറിറ്റേറ്റഡ് ആവും. ഈ 20 ദിവസത്തിൽ മഞ്ജു ഇറിറ്റേറ്റഡ് ആയി ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇറ്റ്സ് എ വണ്ടർഫുൾ ഹ്യൂമൻ ബീയിങ്, വണ്ടർഫുൾ ആക്ട്രസ്.